ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിൽ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ BR റാങ്കിൽ കുറച്ച് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സിനൊക്കെ വലിയൊരു വീഡിയോ ഇട്ട് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെല്ലാം ആദ്യമായിട്ട് കാണുന്നവരെ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വളർന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ എനിക്ക് നോട്ടിസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാതെ ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിതിൽ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐഡം പ്ലേസ് നമുക്ക് ആവശ്യമുള്ളത് വേറൊരു സ്കോപ്പുള്ളൊരു ഗണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു വക്കത്ത് കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കയറാൻ പറ്റും ഇതേപോലെ. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സ്കോപ്പ് ചെയ്ത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഞാൻ മൂവ് ചെയ്യുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ മൂവ് ചെയ്ത് മേലോട്ട് ഇങ്ങനെ കയറാൻ ശ്രമിക്കുക, പെട്ടെന്ന് കയറാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ മേലെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു CS മാച്ചിൽ നമുക്ക് ഈ ഐഡം പ്ലേസ് വർക്കാവും. അപ്പോൾ ഞാൻ കാട്ടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ മേലോട്ട് ഇങ്ങനെ ജോയിസ്റ്റിക്ക് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് മെല്ലെ നീക്കി കയറാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് അടിപൊളിയായിട്ട് എത്താൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങളിതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇല്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയും. പിന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ മുകളിലോട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇനി മേലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് എത്തുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മരുന്ന് നല്ല രീതിക്ക് ഇല്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയും. കാരണം എനിമീസ് ഒന്നും പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല, കാരണം ഇങ്ങോട്ടാണ് ആരും ശ്രദ്ധിക്കാത്തൊരു സ്പോട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾ പോലും ഇതിൻ്റെ മേലോട്ട് ശ്രദ്ധിക്കാറുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇല്ലും കാര്യങ്ങളൊക്കെ റാങ്കും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ട് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഗ്ലൂവാളോ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ലോങ് അടിക്കാൻ പറ്റിയ ഗണ്ണ് മാത്രം മതി, നിങ്ങൾക്ക് കില്ലെടുക്കണമെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ഭാഗത്തുണ്ട് ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ മേലോട്ട് പെട്ടെന്ന് തന്നെ ചാടി കയറുക. കുറേ പേർക്ക് അറിയാമായിരിക്കും, കുറേ പേർക്ക് അറിയാത്തവരുണ്ടാവും ഈ ഒരു സ്പോട്ട്. ഈ ഒരു സ്പോട്ട് കുറേ കൂട്ടർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മേലെ കയറിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എനിമീസ് ആണെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല. ഇപ്പോൾ ലാസ്റ്റ് സോണും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൂടുതലായിട്ട് വരാറുള്ളൊരു സ്പോട്ട് ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സ്ക്വാഡായിട്ട് കളിക്കുന്ന നിങ്ങൾക്ക് സ്ക്വാഡ് മൊത്തത്തിൻ്റെ മേലെ കയറുന്ന സർവൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡം പ്ലേസ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐഡം പ്ലേസ് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള വെറും 3 ഗ്ലൂകൾ മാത്രം മതി. അപ്പോൾ ഞാൻ നിൽക്കുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് നിങ്ങളും ഇതേ പൊസിഷനിൽ തന്നെ നിങ്ങളും കറക്റ്റായിട്ട് തന്നെ ഗ്ലൂകൾ ഇടാൻ ശ്രമിക്കുക. എന്തിനെന്ന് വെച്ചാൽ ഇതേപോലെ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് വീട്ടിൽ ഇതേപോലെ തന്നെ കറക്റ്റ് 2 ഗ്ലൂകൾ എന്നിട്ട് അതുപോലെ തന്നെ 3 ഗ്ലൂകൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഐഡം പ്ലേസ് വർക്കാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇട്ട പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ജസ്റ്റ് സ്കോപ്പിൽ ജമ്പ് ചെയ്ത് കയറുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡം പ്ലേസിൻ്റെ മേലോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്നതായിരിക്കും. എൻ്റെ ഫസ്റ്റ് ട്രയൽ സെക്കൻഡ് ട്രയൽ ഏതായാലും കൊളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫസ്റ്റ് ട്രയൽ തന്നെ പെട്ടെന്ന് തന്നെ കയറാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇതിൻ്റെ മേലെ കയറി കളിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എല്ലും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റും. അതുപോലെ തന്നെ റാങ്കും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ഇപ്പോൾ സ്കോഡായിട്ട് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സർവൈവും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഏതായാലും ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ട് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്പോട്ടിന് നമുക്ക് ആവശ്യമുള്ള ഒരു 2 ഗ്ലൂകൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ ഈ ഒരു കറക്റ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ 2 ഗ്ലൂകൾ ഇടാൻ ശ്രമിക്കുക. ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് അടിപൊളിയായിട്ട് തന്നെ കയറാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഭാഗത്തോടെ ജസ്റ്റ് ജമ്പ് ചെയ്ത് കയറുകയാണെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് ജമ്പ് ചെയ്ത് കയറി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ മേലെ എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ ഇരിക്കാൻ നിങ്ങൾ ഒരിക്കലും സ്പോട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അലവ് കുറയുന്നവരെ നിങ്ങൾ ഇതിൻ്റെ മേലെ ഇരിക്കാൻ നിങ്ങൾ നല്ല രീതിക്ക് റാങ്കും കാര്യങ്ങളും കൂടാൻ ചാൻസ് കൂടുതലാണ്. കാരണം മാപ്പിൻ്റെ ഒരു അറ്റത്തായതുകൊണ്ട് എനിമീസും വരാത്തൊരു സ്പോട്ടുകളാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അറിയാവുന്നവരുടെ ഇപ്പോൾ ഇതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഏതായാലും ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഹൈഡൻ പ്ലേസ് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ 5ാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള വേറെ ഒരു വണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ലംബോർഗിനിയുള്ള കാറുണ്ടല്ലോ, ആ കാർ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് തന്നെ കയറ്റാൻ ശ്രമിക്കുക. ഇതിൻ്റെ മേലോട്ട് ഉള്ളിലോട്ട് കയറിയിട്ട് ജസ്റ്റ് നിങ്ങൾ എക്സിറ്റ് അടിച്ച് ജസ്റ്റ് നിങ്ങൾ സാധാ ഡ്രൈവിംഗ് സീറ്റ് ഉണ്ടല്ലോ, ഇരിക്കുന്ന സീറ്റ് ജസ്റ്റ് എക്സിറ്റ് അടിച്ച് നിങ്ങൾ മേലോട്ട് കയറി പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ ഇരിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇല്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എനിമീസും കാര്യങ്ങളും നമ്മൾ സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ ചാടിയിട്ട് അടിക്കാനും പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ 5ാമത്തെ ഐഡം പ്ലേസ്
പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അറിയാവുന്നവരുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ, അത് കണ്ടവരുണ്ടെങ്കിൽ അതോട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത് നമ്മൾ 5ാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്താൻ ഞാൻ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടീഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ശരിയാക്കാം.